നമസ്കാരം, ഞാൻ റജിന ഇസ്മായിൽ. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റർ അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് പാപ്പയ്ക്ക് കണ്ണീരോടെയും ആദരവോടെയും വിട നൽകി ലോകം. പാപ്പയുടെ ആഗ്രഹം പോലെ തന്നെ സാന്താ മറിയ മജോറ ബസിലിക്കയിലാണ് പാപ്പയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തത്. തന്റെ ശവകുടീരം അലങ്കാരങ്ങളൊന്നുമില്ലാതെ ലളിതമായി നിലത്തായിരിക്കണമെന്നായിരുന്നു പാപ്പ തന്റെ മരണപത്രത്തിൽ പറഞ്ഞിരുന്നത്. പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ സ്വകാര്യമായിട്ടാണ് നടത്തിയത്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലായിരുന്നു പാപ്പയുടെ സംസ്കാര ശുശ്രൂഷകളുടെ തുടക്കം. അന്തിമോപചാരം അർപ്പിക്കാൻ ട്രംപും സെലൻസ്കിയും ഇന്ത്യൻ രാഷ്ട്രപതിയും അടക്കം 130 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘം വത്തിക്കാനിൽ എത്തിയിരുന്നു. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ സംസ്കാര ശുശ്രൂഷകൾ ആരംഭിച്ചത്. ചത്തുരത്തിലെ ചടങ്ങുകൾക്ക് ശേഷം ഭൗതിക ശരീരം 4 കിലോമീറ്റർ അകലെയുള്ള സെന്റ് മേരി മേജർ ബസിലിക്കയിലേക്ക് വിലാപയാത്രയായിട്ടാണ് എത്തിച്ചത്. വിലാപയാത്രയിലുടനീളം വഴിനീളെ വെള്ളപ്പൂക്കളുമായി ജനസാഗരമാണ് കാത്തിരുന്നത്. NPRA അണ്ടർ സെക്രട്ടറിയുമായി ബഹ്റൈനിലെ ഇന്ത്യൻ സ്ഥാനപതി കൂടിക്കാഴ്ച നടത്തി. ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയത്തിലെ ദേശീയ പാസ്പോർട്ട് റെസിഡന്റ് അഫയേഴ്സ് അണ്ടർ സെക്രട്ടറി ഹിസ് എക്സലൻസി ഷെയ്ഖ് ഹിഷാം ബിൻ അബ്ദുൽ റഹ്മാൻ അൽ ഖലീഫയുമായി ഇന്ത്യൻ അംബാസിഡർ ഹിസ് എക്സലൻസി വിനോദ് കെ ജേക്കബ് നടത്തിയ ചർച്ചയിൽ ഇന്ത്യൻ സമൂഹത്തിന്റെ കോൺസുലർ ക്ഷേമ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുകൾ മുഖ്യ വിഷയമായി. ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് പാകിസ്ഥാൻ വ്യോമപാത വിലക്കിയ നടപടി വിമാന സർവീസുകളെ ബാധിക്കുമെന്ന് എയർ ഇന്ത്യ. ഗൾഫിലേക്ക് ഉൾപ്പെടെയുള്ള സർവീസുകൾക്ക് ബദൽ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരുന്നതിനാൽ വിമാനങ്ങൾ വൈകാൻ സാധ്യതയുണ്ടെന്ന് എയർ ഇന്ത്യ യാത്രക്കാരെ അറിയിച്ചു. ബഹ്റൈനിലേക്കുള്ള ഡൽഹി എയർ ഇന്ത്യ വിമാനത്തിൽ ഇനി മുതൽ 1 മണിക്കൂറോളം അധിക യാത്ര വേണ്ടിവരും. ഡൽഹിയിൽ നിന്നും ഗുജറാത്തിലേക്ക് കടന്ന് അറബിക്കടൽ വഴിയാണ് ബഹ്റൈനിലേക്ക് വരിക. ഇതുമൂലം യാത്രക്കാർക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ എയർ ഇന്ത്യ ഖേദം അറിയിച്ചു. കേരളത്തിൽ നിന്നുള്ള മറ്റ് ഫ്ലൈറ്റുകൾക്ക് സമയത്തിൽ മാറ്റമുണ്ടാകില്ല. കേരളത്തിലെ പ്രമുഖ ഭവന നിർമ്മാണ പദ്ധതികളെ പരിചയപ്പെടുത്താനായി മാതൃഭൂമി.com ബഹ്റൈനിൽ ഒരുക്കുന്ന കേരള പ്രോപ്പർട്ടി എക്സ്പോ ശനിയാഴ്ച സമാപിക്കും. വെള്ളിയാഴ്ച രാവിലെയാണ് ബഹ്റൈനിൽ എക്സ്പോയ്ക്ക് തുടക്കമായത്. RP ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ B രവിപിള്ള ഉദ്ഘാടനം ചെയ്തു. മലയാളിക്ക് വിശ്വാസത്തിന്റെ പര്യായമായ മാതൃഭൂമി ഒരുക്കിയ പ്രോപ്പർട്ടി എക്സ്പോ പ്രവാസികൾക്ക് ഏറെ അനുഗ്രഹമാണെന്ന് രവിപിള്ള അഭിപ്രായപ്പെട്ടു. ബഹ്റൈൻ കേരള സമാജം പ്രസിഡന്റ് രാധാകൃഷ്ണ പിള്ള അധ്യക്ഷത വഹിച്ചു. ബഹ്റൈൻ കിങ്ഡം ഇൻഫർമേഷൻ ആൻഡ് ഫോളോ അപ്പ് ഡയറക്ടർ യൂസഫ് ലോറി, ബഹ്റൈൻ ഇന്ത്യൻ സൊസൈറ്റി ചെയർമാൻ അബ്ദുൽ റഹ്മാൻ ജുമ തുടങ്ങിയവർ ആശംസ നേർന്നു. കേരള വ്യവസായ മന്ത്രി P രാജീവിന്റെ വീഡിയോ സന്ദേശം ചടങ്ങിൽ പ്രദർശിപ്പിച്ചു. കേരളത്തിലെ നിക്ഷേപ സാധ്യതകളെ കുറിച്ച് ക്രെഡായ് കേരള CEO സേതുനാഥ് മുകുന്ദൻ സംസാരിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ മാതൃഭൂമി ഡെപ്യൂട്ടി എഡിറ്റർ PP ശശീന്ദ്രൻ സ്വാഗതവും മാതൃഭൂമി ജനറൽ മാനേജർ പബ്ലിക് റിലേഷൻസ് KR പ്രമോദ് നന്ദിയും പറഞ്ഞു. ഓൺലൈൻ നാഷണൽ മാർക്കറ്റിംഗ് ഹെഡ് ദീപ്തി S പിള്ള സംബന്ധിച്ചു. ബഹ്റൈൻ ഇന്ത്യൻ സ്കൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ശില്പകലാശാലയിൽ വിദ്യാർത്ഥികൾ കരവിരുത് തെളിയിച്ചു. യുവഭാവനകളെ പരിപോഷിപ്പിക്കുകയും വളർന്നുവരുന്ന പ്രതിഭകളെ ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്ന ശില്പശാല ഏവർക്കും നവ്യാനുഭവമായി. ഇന്ത്യൻ സ്കൂൾ ഇസ ടൗൺ ക്യാമ്പസിൽ നടന്ന ശില്പശാല നയിച്ചത് പ്രശസ്ത ശില്പി മൊഹ്സൈൻ അൽ തൈത്തൂൺ ആയിരുന്നു. 3 മണിക്കൂർ ദൈർഘ്യമുള്ള സർഗാത്മക സെഷനിൽ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള 8 മുതൽ 12 വരെ ക്ലാസുകളിലെ 100-ലേറെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ദേവ്ജി അവതരിപ്പിക്കുന്ന ആലേഖ് ഇന്റർ സ്കൂൾ ചിത്രകലാ മത്സരത്തിന്റെ ഭാഗമായിരുന്നു ഈ ശില്പശാല. ദേവ്ജി ഗ്രൂപ്പ് ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ജയ്ദീപ് ഭാരജിയും മാധുരി പ്രകാശും മുഖ്യാതിഥികളായിരുന്നു. ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ഡൽ വർഗീസ്, സെക്രട്ടറി V രാജപണ്ഡ്യൻ, വൈസ് ചെയർമാനും സ്പോർട്സ് അംഗവുമായ ഡോക്ടർ മുഹമ്മദ് ഫൈസൽ, അക്കാദമിക ചുമതലയുള്ള അസിസ്റ്റന്റ് സെക്രട്ടറി രഞ്ജിനി മോഹൻ, ധനകാര്യ IT ചുമതല വഹിക്കുന്ന ബോണി ജോസഫ്, പ്രൊജക്ട് ആൻഡ് മെയിന്റനൻസ് അംഗം മിഥുൻ മോഹൻ, ഭരണസമിതി അംഗം ബിജു ജോർജ്, ട്രാൻസ്പോർട്ട് അംഗം മുഹമ്മദ് നയാസ് ഉല്ല, പ്രിൻസിപ്പൽ VR പളനിസ്വാമി, ജൂനിയർ ക്യാമ്പസ് പ്രിൻസിപ്പൽ പമേല സേവ്യർ, സീനിയർ സ്കൂൾ ആൻഡ് അക്കാദമിക് അഡ്മിനിസ്ട്രേഷൻ വൈസ് പ്രിൻസിപ്പൽ G സതീഷ്, മിഡിൽ സെക്ഷൻ വൈസ് പ്രിൻസിപ്പൽ ജോസ് തോമസ്, സീനിയർ വിംഗ് വൈസ് പ്രിൻസിപ്പൽ പ്രിയ ലാജി, സ്റ്റാഫ് പ്രതിനിധി പാർവതി ദേവദാസ്, കലാ വിദ്യാഭ്യാസ വിഭാഗം മേധാവി ലേഖ ശശി, മാതാപിതാക്കൾ എന്നിവരും പങ്കെടുത്തു. പ്ലാറ്റിനം ജൂബിലീസ് ജനറൽ കൺവീനർ പ്രിൻസ് S നടരാജൻ, ആലേഖ് ജനറൽ കൺവീനർ ശശിധരൻ M, കൺവീനർ ദേവദാസ് C, കമ്മ്യൂണിറ്റി നേതാക്കൾ എന്നിവരും ചടങ്ങിൽ സന്നിധരായിരുന്നു. സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ,
വർഗീസ് ദീർഘം തെളിച്ചതോടെ പരിപാടികൾക്ക് തുടക്കമായി. വിദ്യാർത്ഥികളുടെ സർഗാത്മകതയെ ശില്പി മൊഹസിൻ അൽ തൈത്തൂൻ പ്രശംസിച്ചു. കളിമണ്ണിൽ കലാവിസ്മയം സൃഷ്ടിക്കുന്നത് അത്ഭുതകരമായ അനുഭവമായിരിക്കുമെന്ന് മികച്ച ഒരു ശില്പം തീർത്ത ഇന്ത്യൻ സ്കൂൾ 5ാം ക്ലാസ് വിദ്യാർത്ഥിനി മൻപ്രീത് കൗർ പറഞ്ഞു. പഹൽഗാമിൽ നിരപരാധികളായ വിനോദസഞ്ചാരികൾക്ക് നേരെ നടന്ന ഭീകരാക്രമണത്തിൽ KSCA അനുശോചനം രേഖപ്പെടുത്തി. വെള്ളിയാഴ്ച കേരള സോഷ്യൽ ആൻഡ് കൾച്ചറൽ അസോസിയേഷൻ ആസ്ഥാന പ്രസിഡന്റ് രാജേഷ് നമ്പ്യാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഇത്തരം ഭീകര പ്രവർത്തനങ്ങളെ KSCA ശക്തമായി അപലപിക്കുന്നതായി അറിയിച്ചു. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത പുതിയ തലങ്ങളിലേക്ക് വളർന്ന ഭീകരതയ്ക്ക് തടയിടാൻ ഓരോ ഭാരതീയനും പ്രതിജ്ഞാബദ്ധരാണെന്ന് ജനറൽ സെക്രട്ടറി അനിൽ പിള്ളെ അഭിപ്രായപ്പെട്ടു. ഭാരതത്തിലെ 140 കോടി ജനങ്ങളും ഈ ഭീകരത പ്രവർത്തനങ്ങളെ അപലപിക്കുകയും ഇത്തരം പ്രവണതകൾ ഇല്ലാതാക്കാൻ ഭരണകൂടത്തിന് പൂർണ്ണ പിന്തുണയും നൽകുന്നതായി വൈസ് പ്രസിഡന്റ് അനിൽ UK അറിയിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി സതീഷ് K, എന്റർടൈൻമെന്റ് സെക്രട്ടറി മനോജ് നമ്പ്യാർ, ട്രഷറർ അരുൺ CT, ലേഡീസ് വിംഗ് പ്രസിഡന്റ് രമ സന്തോഷ്, ലേഡീസ് വിംഗ് സെക്രട്ടറി സുമ മനോഹർ, ജോയിന്റ് സെക്രട്ടറി ദിവ്യ ഷൈൻ, KSCA സ്പീക്കേഴ്സ് ഫോറം പ്രസിഡന്റ് ജയശങ്കർ കൂടാതെ യോഗത്തിൽ പങ്കെടുത്ത എല്ലാ അംഗങ്ങളും കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർഷിപ്പ് സെക്രട്ടറി അനൂപ് പിള്ളെ നമ്മെ വിട്ടുപോയവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും യോഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. സ്പീക്കേഴ്സ് ഫോറം ജനറൽ കൺവീനർ ഷൈൻ നായർ MC ആയിരുന്നു. ഇത്തരം ഭീകരാക്രമണങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള പ്രാർത്ഥന നടത്തി ദേശീയഗാനം ആലപിച്ച് യോഗം അവസാനിപ്പിച്ചു. ബഹ്റൈൻ മലപ്പുറം ഡിസ്ട്രിക്ട് കൂട്ടായ്മ പഹൽഗാമിൽ കൊല്ലപ്പെട്ടവർക്ക് മൗന പ്രാർത്ഥനയോടെ മെഴുകുതിരി കത്തിച്ച് അന്തിമോപചാരം അർപ്പിച്ചു. തീവ്രവാദത്തിനെതിരെ പ്രതിജ്ഞ ചൊല്ലിയും ബഹ്റൈൻ മലപ്പുറം ഡിസ്ട്രിക്ട് ഫോറം മാതൃകയായി. മനാമ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ബഹ്റൈനിലെ വിവിധയിടങ്ങളിലെ മലപ്പുറം ജില്ലാ പ്രവാസി അംഗങ്ങൾ പങ്കുചേർന്നു. BMC ന്യൂസ് ലൈവിൽ ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസ് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. മറ്റു വാർത്തകളിലേക്ക്. ഹജ്ജ് വിസ ഇല്ലാത്തവർക്ക് ഏപ്രിൽ 29 മുതൽ മക്കയിൽ താമസ സൗകര്യം നൽകരുതെന്ന് മുന്നറിയിപ്പ്. ഹജ്ജ് വിസയോ പെർമിറ്റോ ഒഴികെയുള്ള എല്ലാത്തരം സന്ദർശന, തൊഴിൽ, താമസ വിസ ഉടമകൾക്ക് മക്കയിൽ ഹോട്ടലുകളിലും മറ്റിടങ്ങളിലും താമസ സൗകര്യങ്ങൾ ഉൾപ്പെടെ സൗകര്യം നൽകുന്നത് ഒഴിവാക്കണമെന്ന് സൗദി ടൂറിസം മന്ത്രാലയം അഭ്യർത്ഥിച്ചു. എല്ലാ യാത്ര, ടൂറിസം സർവീസ് ഓഫീസുകളോടും വിവിധ ടൂറിസ്റ്റ് സേവന സ്ഥാപനങ്ങളോടുമാണ് അഭ്യർത്ഥന നടത്തിയിട്ടുള്ളത്. 2025 ഏപ്രിൽ 29 ചൊവ്വാഴ്ച മുതൽ ഈ തീരുമാനം നടപ്പിലാക്കും. ഹജ്ജ് സീസൺ അവസാനിക്കുന്നതുവരെ ഇത് തുടരുമെന്നും അധികൃതർ അറിയിച്ചു. നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്ക് നിയമപരമായ ശിക്ഷ നൽകുമെന്ന് മന്ത്രാലയം പറഞ്ഞു. പുണ്യസ്ഥലത്തേക്കുള്ള തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കുവാനും സുഖകരമായ അന്തരീക്ഷത്തിൽ ആചാരങ്ങൾ നിർവഹിക്കുന്നത് ഉറപ്പാക്കുന്നതിനും ലക്ഷ്യമിട്ട് ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ച നടപടികൾക്ക് അനുസൃതമായാണ് ഈ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ദൗത്യ സജ്ജമെന്ന് ഇന്ത്യൻ നാവികസേന. എക്സിലൂടെയാണ് പ്രതികരണം.
പടക്കപ്പലുകളുടെ ഫോട്ടോയും ഇന്ത്യൻ നാവികസേന പങ്കുവച്ചു. ദൗത്യത്തിന് തയ്യാർ, എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും എങ്ങനെയായാലും. ഇന്ത്യൻ നാവികസേന എക്സിൽ കുറിച്ചു. എവിടെയും എപ്പോഴും ഐക്യമാണ് ശക്തിയെന്നും അവർ കുറിക്കുന്നു. INS സൂറത്തിൽ നിന്നും മിസൈൽ വിജയകരമായി വിക്ഷേപിച്ചു എന്ന് നാവികസേന നേരത്തെ അറിയിച്ചിരുന്നു. കടലിലെ അഭ്യാസത്തിന്റെ ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. കറാച്ചി തീരത്ത് പാകിസ്ഥാൻ മിസൈൽ പരിശീലനം നടത്തി എന്ന വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇന്ത്യൻ നാവികസേനയും കരുത്തു തെളിയിച്ചുകൊണ്ട് അഭ്യാസ പ്രകടനം കാഴ്ചവെച്ചത്. പാക് വ്യോമപാതയടച്ച പശ്ചാത്തലത്തിൽ വിമാന കമ്പനികൾക്ക് മാർഗനിർദ്ദേശവുമായി വ്യോമയാന മന്ത്രാലയം. റൂട്ടുകളിലെ മാറ്റം യാത്രക്കാരെ കൃത്യമായി അറിയിക്കണമെന്നാണ് പ്രധാന നിർദ്ദേശം. ഇതിനു പുറമെ വഴി മാറി പോകുന്നതിനാൽ ഏതൊക്കെ സ്ഥലത്ത് ലാൻഡ് ചെയ്യുമെന്നതിനെ കുറിച്ച് മുൻകൂട്ടി വിവരം നൽകണം. യാത്രക്കാർക്ക് വൈദ്യസഹായം ഉറപ്പുവരുത്തണമെന്നും മതിയായ ആഹാരവും വെള്ളവും കരുതണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. അതേസമയം വിമാന ടിക്കറ്റ് നിരക്ക് ഉയർന്നാൽ കേന്ദ്രം ഇടപെടുമോ എന്ന കാര്യം വ്യക്തമല്ല. വ്യോമപാതയടച്ച സാഹചര്യത്തിൽ റൂട്ട് മാറ്റുമ്പോൾ അധിക ഇന്ധന ചെലവിന്റെ പേരിൽ അന്താരാഷ്ട്ര യാത്രയിൽ ടിക്കറ്റ് നിരക്ക് ഉയർത്താൻ സാധ്യതയുണ്ട്. ഇന്ന് രാവിലെയാണ് വിശദമായ മാർഗനിർദ്ദേശം കേന്ദ്ര വ്യോമയാന മന്ത്രാലയം പുറത്തിറക്കിയത്. വഴി മാറിപ്പോകുന്നതിനാൽ വിമാനയാത്രയിലെ സമയദൈർഘ്യമടക്കമുള്ള കാര്യങ്ങളിലും വഴിയിൽ സാങ്കേതിക കാര്യങ്ങൾക്കായി ഏതൊക്കെ വിമാനത്താവളങ്ങളിൽ വിമാനം ഇറക്കേണ്ടി വരുമെന്ന കാര്യമടക്കം മുൻകൂട്ടി യാത്രക്കാരെ അറിയിക്കണമെന്നാണ് നിർദ്ദേശം. പുതിയ റൂട്ടിലൂടെ എത്ര സമയത്തിനുള്ളിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുമെന്ന കാര്യവും യാത്രക്കാരെ അറിയിക്കണം. മെഡിക്കൽ കിറ്റുകൾ അടക്കം ആവശ്യത്തിന് കരുതണം. അടിയന്തര ആവശ്യങ്ങൾക്ക് ലാൻഡ് ചെയ്യാനുള്ള വിമാനത്താവളങ്ങളിൽ ആവശ്യമായ അറിയിപ്പ് നൽകണമെന്നും നിർദ്ദേശമുണ്ട്. പഹൽഗാം ആക്രമണ പശ്ചാത്തലത്തിൽ തൃശൂർ പൂരത്തിന് സുരക്ഷ കൂട്ടിയെന്ന് DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ്. സുരക്ഷയ്ക്ക് പ്രത്യേക കമന്റോളുകളെ നിയോഗിക്കും. ആന്റി ഡ്രോൺ സിസ്റ്റവും നടപ്പാക്കുമെന്ന് DGP അറിയിച്ചു. 2 മാസം മുൻപ് തന്നെ തൃശൂർ പൂരം നടത്തിപ്പിന് ആവശ്യമായ നടപടികൾ പോലീസ് കൈക്കൊണ്ടിട്ടുണ്ട്. 4000-ലധികം പോലീസിനെ വിന്യസിപ്പിക്കും. 35 DYSPമാരുടെ നേതൃത്വത്തിലുള്ള പോലീസിനെയാകും വിന്യസിപ്പിക്കുക. പൂരം കലക്കലിൽ ത്രിതല അന്വേഷണത്തിൽ മനോജ് എബ്രഹാം നടത്തിയ അന്വേഷണം പൂർത്തിയായെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.